കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജേർണൽ ചെയ്തില്ലേ, അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ സപ്ലൈസ് ആയിട്ടാണ് വന്നിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് കോട്ട്സ് ആയിട്ടും പിന്നെ സെൻറ്റൻസൊക്കെ ആയിട്ട് നമ്മൾ എഴുതി വെക്കാം. എന്നിട്ട് അതിന് ഇഷ്ടപ്പെട്ട രീതിയിലും സൈസിലും കളറിലും ഫോണ്ടിലൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വലുതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ ഓയിലി ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് അത് ഇതുപോലെ ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. കട്ട് ചെയ്യാൻ എളുപ്പത്തിലാണ് കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തത്. നമുക്കാണെങ്കിൽ A4 സൈസ് A4 ഷീറ്റ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി നാലാക്കി ആദ്യം മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ കർവായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വിടർത്തി നോക്കുമ്പോൾ ഒരു റൗണ്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അതാണ് നമ്മുടെ ഡോയിലി ഷീറ്റ്, റൗണ്ട് ഡോയിലി ഷീറ്റല്ലേ നമ്മളുണ്ടാക്കി. അപ്പോൾ അതിന് ഈ അറ്റത്തൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഡിസൈൻ വേണ്ട, ഇതിൻ്റെ കണ്ടില് ഡിസൈൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോയിലി ഷീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ 2 ഡോയിലി ഷീറ്റാണ് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ. പിന്നെ നമ്മുടെ വാഷി ടേപ്പ്. ഈ വാഷി ടേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ എല്ലാം ചെയ്യുമ്പോൾ പിന്നെ എല്ലാം സെറ്റാക്കണ്ടേ എന്ന് വിചാരിച്ച് അതും ചെയ്തു. പിന്നെ ഞാനിവിടെ 2-3 കളറ് വാഷി ടേപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ ഒരു എൻവലപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ എൻവലപ്പ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. കാരണം ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, അത് ഇതുപോലെ മടക്കാം. എൻ്റെ എൻവലപ്പിൻ്റെ കളർമാരെ കണ്ടില്ലേ. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഫ്ലവർ വരയ്ക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്കറാക്കി എടുത്തതാണ്. പിന്നെ ഈ ബട്ടർഫ്ലൈയുടെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ, പിൻട്രസ്റ്റിൻ്റെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇത് ബോഹോ ആർട്ട്, കുറച്ച് ബോഹോ ആർട്ട്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. പിന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റ്, ഇത് ഞാൻ ഒരു ജേർണലിൽ കണ്ടതായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ ചെയ്തതാണ് ഒരു പേപ്പർ ബാഗിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട്, നമ്മുടെ ടിക്കറ്റ് ടു ഹാപ്പിനെസ്. അതും ഞാൻ അത് നോക്കി തന്നെ ചെയ്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. പിന്നെ അടുത്തത് ബേബി ബ്രിഡ്സ്. ഇത് നമ്മൾ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഈ മ്യൂസിക് നോട്ട്സും പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും എടുത്തു. പിന്നെ ഒരു ന്യൂസ് കട്ട്, പിന്നെ നമ്മുടെ ഗ്രാഫ് പേപ്പർ, ബ്ലാക്ക് ചാർട്ട്, ട്രെയിൻ ടിക്കറ്റ്. ഇത് കാണുന്നതാണ് പേപ്പർ, നമ്മുടെ ചായപ്പൊടിൻ്റെ പേപ്പർ. അതായത് ഈ ചായപ്പൊടിൻ്റെ പേപ്പർ സാധാരണ നമ്മളെ ചായപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി, സംഭവം സെറ്റായിക്കോളും. പിന്നെ സിൽക്കിൻ്റെ പേപ്പറും. ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈ ഫ്ലവറിൻ്റെ സ്റ്റിക്കർ. അതായത് ഇപ്പം ഞാൻ എടുത്തേക്കണത് ഡ്രൈ ഫ്ലവർ അല്ല കേട്ടോ, സാധാ നമ്മളെ വീട്ടിൽ നിന്ന് ഞാനൊരു 2-3 പൂക്കൾ പറിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മളിതുപോലെ പേപ്പർ താഴെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് അതിന് പുറത്ത് ഒട്ടിച്ചു കൊടുക്കണേ, ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്, ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് താഴെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഗം അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കൊക്കെ എടുക്കാം. അടുത്തതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അടപടലം ഫ്ലോപ്പായി പോയ സാധനം, നമ്മുടെ പ്രിൻറ്റിങ് സ്റ്റാമ്പ്, അതായത് അച്ച്. ഇതുപോലെ ഒരു മൂടി എടുക്കുക. ഇങ്ങനത്തെ പേപ്പർ ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ പേപ്പർ പ്ലേറ്റ് അല്ലല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് കിട്ടൂലേ, അതിന്ന് നമ്മൾ വെട്ടിയെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ അച്ച് കുത്തി കളിക്കാം. അപ്പം എല്ലാവർക്കും ഇത്രയൊക്കെ ഉള്ളുണ്ട് സാധനങ്ങളൊക്കെ, സപ്ലിക്ക് ജേർണലിലുള്ള സപ്ലൈസൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.